ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്ത് നമ്മുടെ വീടിനകത്തെ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ ഒരൊറ്റ പ്രാവശ്യം ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടി ഇതുണ്ടാക്കി വെച്ചാൽ ഒരു മാസത്തേക്ക് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അധികം പൈസ മുടക്കമൊന്നുമില്ലാത്ത ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതി. നമ്മുടെ ഈ പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പിടി തുളസിയില എടുത്തിട്ടുണ്ട്. ഈച്ചയും കൊതുകും പോലുള്ള ക്ഷുദ്രജീവികളെ അകറ്റി നിർത്താനുള്ള കഴിവ് തുളസിക്കുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശീമക്കൊന്നയുടെ ഇലകളാണ്. ഞാനിവിടെ 3 തണ്ട് ഇലകളാണ് എടുത്തിട്ടുള്ളത്. ഇലകൾ ഇതുപോലെ ഒന്ന് ഉതിർത്തെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശീമക്കൊന്ന ഇലകൾക്ക് വല്ലാത്ത ഒരു കടുത്ത ഗന്ധമാണുള്ളത്. ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകളാണ് ഈ സ്മെല്ലിന് കാരണം. ഇലകളിൽ നിന്നുണ്ടാകുന്ന ഈ സ്മെല്ല് തന്നെയാണ് ഈച്ചയെയും കൊതുകിനെയും ഒക്കെ അകറ്റി നിർത്താൻ സഹായിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ശീമക്കൊന്നയില കിട്ടാനില്ലെങ്കിൽ 3-4 തണ്ട് ആര്യവേപ്പിലകൾ എടുത്താലും മതി കേട്ടോ. നമ്മൾ എടുത്തു വെച്ച ഒരു പിടി തുളസി ഇല കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്കായി ഒരു ചെറുനാരങ്ങയുടെ തോലും എടുത്തിട്ടുണ്ട്. ജ്യൂസൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വന്ന തോലാണ് കേട്ടോ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. നമ്മുടെ മിക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും ഒക്കെ സ്കിന്ന് ഞെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്ലൂയിഡും ആ സ്മെല്ലും ഈച്ചയ്ക്കും കൊതുകിനും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒന്നാണ്. ചെറുനാരങ്ങയുടെ തോല് രണ്ടും ചെറുതായി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. തുളസി ഇലയും ശീമക്കൊന്നയുടെ ഇലയും നാരങ്ങയുടെ തോലും ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഈച്ച കൊതുക് പോലുള്ള ക്ഷുദ്രജീവികളെ അകറ്റി നിർത്താൻ വളരെ വളരെ എഫക്റ്റീവായ 2 ഐറ്റംസാണ് വെളുത്തുള്ളിയും ഗ്രാമ്പുവും. ഞാനിവിടെ ഇത്രയും ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇതൊരു ഇടികല്ലിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത്രയും വെളുത്തുള്ളി അല്ലികൾ കൂടി തോല് കളഞ്ഞെടുത്ത് നമുക്ക് ആ ഗ്രാമ്പുവിനോടൊപ്പം ചേർത്ത് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മെഴുകുതിരി കഷ്ണങ്ങളാണ്. മെഴുകുതിരി നല്ലതൊന്നും വാങ്ങിക്കണമെന്നില്ല കേട്ടോ. കത്തിച്ചതിൻ്റെ ബാക്കിയോ നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയോ ഒക്കെ എടുത്താൽ മതി. നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് ഈ മെഴുകുതിരി പീസെല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. വെറും 1 മിനിറ്റ് ചൂടാക്കിയപ്പോഴേക്കും നമ്മുടെ മെഴുകുതിരി എല്ലാം ഉരുകി നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ആ നൂലൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. തിളച്ചുകൊണ്ടിരിക്കുന്ന മെഴുകിലേക്ക് നമ്മൾ ആ മിക്സിയിൽ അരച്ചു വച്ചേക്കുന്ന ശീമക്കൊന്നയില തുളസിയില മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഇടികല്ലിൽ ചതച്ച് വെച്ചേക്കുന്ന ഗ്രാമ്പുവും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശീമക്കൊന്നയിലയും തുളസിയിലയും ഒക്കെ അരച്ചെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിരുന്നു. ആ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് 1 മിനിറ്റ് തിളപ്പിക്കുന്നത്. ഇല മിക്സ് ചേർത്ത് 1 മിനിറ്റോളം തിളപ്പിച്ച ശേഷം നമുക്ക് ആ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാപ്പിപ്പൊടിയുടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ മിക്സിനുണ്ടാവണം. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി വെക്കാം. നമ്മളെടുത്ത മെഴുകുതിരിയുടെ ഒരു നൂലെടുത്ത് ഒരു ഈർക്കിലിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി ഇത് ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഒരു ചിരട്ടയുടെ ഉള്ളിലേക്കോ ഒന്ന് ഇറക്കി വെക്കാം. ഞാനിവിടെ സ്റ്റീൽ ഗ്ലാസിനുള്ളിലാണ് കേട്ടോ നൂലിറക്കി വെക്കുന്നത്. ചിരട്ടയ്ക്കുള്ളിൽ മെഴുക് കത്തിക്കുന്നത് അത്രയ്ക്ക് സേഫല്ല, കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്ലാസിൻ്റെ സെൻറ്ററിലായിട്ട് നൂല് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കിയെടുത്ത് മെഴുക് മിക്സ് മുഴുവനോടെ തന്നെ നമുക്ക് ഗ്ലാസിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടും തണുത്ത് സെറ്റായി കിട്ടണം. അതിനു വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ആ മിക്സിയിൽ അരച്ചെടുത്ത ഇല മിക്സിൽ നിന്നും 1 സ്പൂൺ മാത്രമാണ് കേട്ടോ ഞാൻ മെഴുകിലേക്ക് ഇട്ട് കൊടുത്തത്. ബാക്കിയുള്ള മിക്സിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റോളം തിളപ്പിച്ചപ്പോഴേക്കും ഇലകളുടെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവിൽ നിന്നും മാറ്റി വയ്ക്കാം.
നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മുറ്റത്തും വീടിൻ്റെ പരിസരങ്ങളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സന്ധ്യാസമയത്ത് ഇങ്ങനെ ചെയ്താൽ കൊതുകിൻ്റെ ശല്യം നമ്മുടെ വീടിനകത്തേക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല. പിന്നെ കൊതുകിനെ തുരത്തി ഓടിക്കാനായിട്ട് ആര്യവേപ്പിലേക്കാളും നല്ലത് ശീമക്കൊന്നയില തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് കഴിവതും നമ്മുടെ മിക്സ് ഉണ്ടാക്കാനായിട്ട് ശീമക്കൊന്നയില തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഏകദേശം 2 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മൾ ആ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് മെഴുക് നന്നായിട്ട് ഉറച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ ഈർക്കിൽ എടുത്ത് മാറ്റാം. എന്നിട്ട് നൂല് ആവശ്യത്തിന് മുറിച്ച് മാറ്റാം. ഇതൊന്ന് കത്തിച്ച് വെച്ച് നോക്കൂ. നിമിഷ നേരം കൊണ്ട് നമ്മുടെ റൂമിനകത്തുള്ള കൊതുകെല്ലാം ഇല്ലാതാകുന്നത് അറിയാൻ സാധിക്കും. ഒരിത്തിരി നേരം ഒന്ന് ബുദ്ധിമുട്ടിയാൽ 1 മാസത്തേക്ക് കൊതുകിനെ തുരത്തി ഓടിക്കാൻ നമുക്കിത് തന്നെ മതിയാകും. അധികം പൈസ മുടക്കൊന്നുമില്ലാതെ യാതൊരു കെമിക്കൽസും ചേർക്കാതെ നമ്മുടെ വീടിനകത്തെ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഈ മഴക്കാലത്ത് രാത്രിയിലൊക്കെ കറണ്ട് പോകുന്ന സമയത്താണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ തിരി ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി. നിമിഷ നേരം കൊണ്ട് റൂമിനകത്ത് കൊതുകെല്ലാം ഇല്ലാതാകും. മാത്രമല്ല നമ്മുടെ റൂമിനകത്ത് നല്ലൊരു വെളിച്ചവും കിട്ടും. ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ വെളുത്തുള്ളിയുടെയും ഗ്രാമ്പുവിൻ്റെയും ലെമണിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത തുളസി ഇലയുടെയും ശീമക്കൊന്ന ഇലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ വീട് നിറയെ. ഈ സ്മെല്ലാണ് കൊതുകിനെ വീടിനകത്തേക്ക് കയറ്റാതിരിക്കുന്നത്. കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്